ഈദ് മുബാറക്. നിങ്ങളുടെ എല്ലാവരും പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ട് പോയോ? ഞങ്ങൾ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നോമ്പൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ട് ഉള്ള വീഡിയോ കാണിച്ചില്ലല്ലോ. ഞാൻ എൻ്റെ ചെയ്തത് നമ്മൾ നോമ്പ് പിറന്നിട്ടുള്ളതാണല്ലോ, അതിന് ശേഷമുള്ള ക്ലിപ്പാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ കുക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്തത്. ഇപ്പോൾ ഏകദേശം രാത്രി സമയമായിട്ടുണ്ട്, ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ടാനി ഞാൻ ഡെസേർട്ട് ഉണ്ടാക്കുന്ന ടൈമിൽ കയറിയിരുന്നതാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇച്ചിരി കൂടിയോ? ഇച്ചിരി കേക്ക് ഞാൻ ക്രീം കേക്ക് ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പം അതിൻ്റെ പണി ഞാൻ കേക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ക്രീം തൽക്കാലം ഇപ്പം എൻ്റെ കയ്യിലില്ല, അപ്പം നാളെ രാവിലെ വാങ്ങിച്ചിട്ട് വേണം കേട്ടോ. അപ്പം ഞാൻ ആ ടൈം കൊണ്ട് തന്നെ നമ്മൾ നാളെ ചിക്കൻ 65 ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ ജസ്റ്റ് മസാല മാരിനേഷൻ ചെയ്ത് ഇന്ന് വെക്കും. അപ്പോൾ രാവിലെ നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. രാവിലെ എണീറ്റ് ഇതൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. അപ്പോൾ രാത്രി എനിക്ക് എത്ര വേണമെങ്കിലും പണിയെടുക്കാം കേട്ടോ. രാവിലെ എണീറ്റിട്ടുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. എന്താ വേണ്ടേ? ബിരിയാണി ആണല്ലോ നമ്മൾ അല്ലെങ്കിലും നാട്ടിലാണെങ്കിൽ ഇവിടെ ആണെങ്കിലും ബിരിയാണിയാണ് നമ്മൾ പെരുന്നാളിന് മെയിൻ. പണ്ടൊക്കെ നമ്മൾ ബിരിയാണി വളരെ കുറവല്ലേന്. ഇപ്പോൾ വീട്ടിൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ബിരിയാണി അത്ര സ്പെഷ്യലായിട്ട് തോന്നാറേ ഇല്ല. പക്ഷേ ഈദിന് ബിരിയാണി അത് മെയിനാണ്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എല്ലാ പെരുന്നാളിനും ഞങ്ങൾ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ. മസാല നമുക്കിപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ രാവിലെ നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കിയിട്ട് ഒന്ന് ദം ഇട്ടാൽ മതിയല്ലോ. അങ്ങനെയാണ് വിചാരിച്ചത്. എന്നാൽ എനിക്ക് കുറേ ടൈം ലാഭിക്കാൻ പറ്റും. രാവിലെ എണീറ്റ് നമുക്ക് എന്തായാലും നമുക്ക് നിസ്കാരത്തിന് പോവാണ്ട് അതും ടാനിനെ നോക്കലും എല്ലാം കൂടി എനിക്ക് രാവിലെ പറ്റൂല. പിന്നെ രാത്രി സെറ്റ് ചെയ്ത് വെക്കുന്നതാണോ ഒരു വിധത്തിൽ നല്ലത്. അപ്പം ഞാൻ എന്തായാലും മസാല ഉണ്ടാക്കി വെക്കട്ടെ കേട്ടോ. ഞാൻ മട്ടൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഇതിലിട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ആ പണി സെമിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി സമയമായിട്ടുണ്ട്. ഉറക്കം വരുന്നില്ല. അപ്പോൾ എന്തായാലും മെഹന്തി ഇടാതെ നമ്മൾ എന്ത് ചെയ്ത് ലാസ്റ്റ് ഈദിന് ഇതുപോലെ മെഹന്തി ഇടാനും ഭയങ്കര എനിക്കിങ്ങനെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ സ്റ്റോറിൽ പോയിട്ട് ഒന്നും കണ്ടില്ല. പക്ഷെ നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മെഹന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മെഹന്തി ഇട്ടിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ കൈഡായോ റെഡായോ എന്നിങ്ങനെ കാണുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോൾ മെഹന്തി ഇട്ടാലും രാവിലെ നോക്കുന്നവരേതാണ് കൈ ഇങ്ങനെ നോക്കുവേ. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ നീക്കണം എന്നല്ല വിചാരിച്ചേ, പക്ഷേ സമയം വരെ വൈകിപ്പോയിട്ടോ. എണീറ്റതേ 9 മണിക്കാണ്. നമുക്ക് 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വേഗം പോവുകയാണ് കേട്ടോ. പ്രയർ നമ്മൾ എത്തുന്ന ടൈമിലായിരിക്കും തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ വെതർ വളരെ മോശമാണ്. നല്ല മഴയുണ്ട് കേട്ടോ, മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ ഈദിന് മഴ പെയ്യുമ്പോൾ ഒരു സുഖം കിട്ടില്ലല്ലോ. നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളേതായാലും പ്രയറിന് പോവുകയാണ്. കഴിഞ്ഞ പെരുന്നാൾക്ക് നമ്മൾ നാഗ്ര ഫോൾസിൽ വെച്ചിട്ടാണ് കേട്ടോ കൂടിയിരുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ചിപ്പാവയിലാണ്. ഈ പള്ളിയിലാണ് നമ്മൾ ഇന്നത്തെ ഈദ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈദിന് നമ്മൾ നമസ്കാരം കഴിഞ്ഞ് ഫുഡും കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈദ് കഴിഞ്ഞല്ലോ. പിന്നെ മെയിൻ നമ്മൾ 2 ഫോട്ടോയും കിട്ടണം. അത് കിട്ടി കഴിഞ്ഞാൽ പെരുന്നാളാണല്ലോ. Before and they are your speech, ya Allah. Afterwards, inshallah ta'ala, we follow different madahib and all. Allahu akbar Muhammad.
ഇവിടെ അവർ നമ്മൾ ഈദിൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇവർ ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിഷ്ടമുള്ള ഏത് ഫുഡ് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അവർ സ്വീറ്റ്സ് ആയിട്ടും റൈസും പിന്നെ എന്തൊക്കെ ഡെസേർട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കോഫി എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ രാവിലെ വല്ലാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ കുറച്ച് എന്തോ സ്വീറ്റ്സ് എന്തോ ഞാൻ കഴിച്ചുള്ളൂ. ടാനിക്കും ഒരു മഫിൻ എങ്ങാനും എടുത്ത് കൊടുത്തു. ഇവിടെ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് അവരൊരു കിറ്റും ഉണ്ട് കേട്ടോ. അതിലെന്തോ ടോയ്സും ക്യാൻഡീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ടാനിക്ക് നമ്മൾ ഇതുപോലെ 2 കവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് എന്താണെന്നുള്ളത് ഇനി വീട്ടിൽ ചെന്നിട്ട് നോക്കാം. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേറെ പരിപാടിയുണ്ട്. ഞാൻ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഗീ റൈസ് ഉണ്ടാക്കണം, അങ്ങനെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈ പൊരിക്കണം, ഒന്നും നടന്നില്ല. കേക്കിൻ്റെ പരിപാടിയുണ്ട്, പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇനി വീട്ടിൽ ചെന്ന് ഉണ്ടാക്കണേ. നാട്ടിൽ ഈദ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നാട്ടിൽ ഞാൻ ഈദ് കൂടിയിട്ട് കുറച്ചായി. ഞാനിവിടെ വന്നതിന് ശേഷം നാട്ടിൽ ഈദ് കൂടിയിട്ടില്ല. നമ്മൾ എൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പെരുന്നാൾ സെക്കൻഡ് പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ആദ്യത്തെ പെരുന്നാൾ നമ്മൾ വീട്ടിലായിരിക്കും, പിന്നെ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോകും, പിന്നെ എൻ്റെ തറവാട്ടിൽ എൻ്റെ അമ്മായിയുടെ വീട്ടിൽ, അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പെരുന്നാൾ കിടക്കുകയാണ്. നമുക്ക് കുറേ പെരുന്നാളുള്ള പോലെയാണ്. ശരിക്കും വലിയ പെരുന്നാളാണല്ലോ നമുക്ക് 2-3 പെരുന്നാളൊക്കെ ഉള്ളത്. പക്ഷേ എനിക്ക് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും എല്ലാം ഒരുപോലെയാണ്. ഞങ്ങൾ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ സ്പെഷ്യലാണ്, എൻ്റെ അമ്മാവന്മാരുടെ വീട്ടിലും എല്ലായിടത്തും പോകും. പിന്നെ നമുക്ക് പെരുന്നാൾ പൈസ കിട്ടുന്നതും വല്യമ്മയുടെ കയ്യിൽ നിന്നൊക്കെ കാശ് കിട്ടുന്നതും അതൊക്കെ ഭയങ്കര സ്പെഷ്യൽ തന്നെയായിരുന്നു അല്ലേ. ചെറുപ്പത്തിൽ ഈദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. നമ്മൾ പടക്കം പൊട്ടിക്കലും അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ. ഈവൻ എൻ്റെ വീട്ടിലാണെങ്കിൽ സെമിയുടെ വീട്ടിലാണെങ്കിലും നല്ലതായിരുന്നു. ബ്രദേഴ്സും താത്തമാരും ഉമ്മയും പെങ്ങളും നമ്മൾ കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സാലു ഇനി ഇവിടെ ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഈദ് ഞങ്ങൾക്ക് പിന്നെയും ഒന്ന് അടിപൊളിയായത്. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുമുള്ള മാത്രമുള്ള ഒരു ഈദായി പോവും. പിന്നെ നമ്മൾ ബ്രദറിൻ്റെ ഒരു മോനുണ്ട്, അവന് ഇവിടെ ഓട്ടോയിലാണ് കേട്ടോ. അവന് കുറച്ച് ദൂരമുള്ളതാണ്, അവൻ വന്നിട്ടില്ല. അവനും കൂടി ഉണ്ടെങ്കിൽ അധികം എല്ലാ പെരുന്നാൾക്കും അവൻ ഉണ്ടാവാറുണ്ട്. പെരുന്നാൾ പൈസ കിട്ടാത്ത വിഷമം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും നമുക്ക് പെരുന്നാൾ പൈസ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഇവിടെ ചായ കുടിക്കാൻ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. സൂപ്പർ ഫോട്ടോ എടുക്കണ. ഇതേതാ? And one small French vanilla. That's it? Can I get one iced latte? What size? ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് ഇനി കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. പിന്നെ സ്പെഷ്യലായിട്ട് ഇതൊന്നുമില്ല. സാലു നേരെ കിങ്സ്റ്റനും പോവും, ഞങ്ങൾ ഇത് അങ്ങനെ പോവും. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.